ഹായ് മലയാളി മക്കളെ, ഇന്ന് വന്നിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് ആരൊക്കെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഗ്രൂമിങ്, മാനേഴ്സ്, അതേപോലെ സ്റ്റൈലിംഗ് അങ്ങനെയായിട്ടുള്ള ഒരു പേഴ്സൺ ഏതാണ്, അതേപോലെ ബെസ്റ്റ് പെർഫോമർ, വേസ്റ്റ് പെർഫോമർ എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് വന്നിരിക്കുന്നത് മാനേഴ്സും ഗ്രൂമിങ്ങും സ്റ്റൈലിങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഒരു പേഴ്സൺ, അതായത് അതിൻ്റെ കാര്യത്തിൽ നമുക്ക് അഡ്വാൻറ്റേജും പറയാം ഡിസഡ്വാൻറ്റേജും പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് വേണം പറയാനായിട്ടുള്ളത്, അതായത് ബോയ്സ് ഗേൾസിനെയും ഗേൾസ് ബോയ്സിനെയും വേണം പറയാനായിട്ടുള്ളത്. അപ്പോൾ സാച്ചന വന്ന് ജഫ്രിയുടെ പേരും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ദീപക് വന്ന് സൗന്ദര്യയുടെ പേരും, മുത്തുകുമാർ വന്നിട്ട് സാച്ചനയുടെ പേര്, റിയ വന്നിട്ട് അരുണിൻ്റെ പേര്, ജഫ്രി വന്നിട്ട് പവിത്രയുടെ പേര്, സത്യ വന്ന് സൗന്ദര്യ, ജാക്ലിൻ വന്നിട്ട് റിയ, ശിവ വന്നിട്ട് മഞ്ചരി, അതേപോലെ തന്നെ വിശാൽ വന്നിട്ട് സാച്ചന, അൻഷിത വന്നിട്ട് ജാക്ലിന്, വർഷിനി വന്ന് ജാക്ലിന്, മഞ്ചരി വന്നിട്ട് മുത്തുകുമാർ, തർഷിക വന്ന് മുത്തുകുമാർ, റയാൻ വന്നിട്ട് റിയ, സൗന്ദര്യ വന്നിട്ട് സത്യയും ദീപകിനെ പറയുന്നുണ്ടെങ്കിൽ പോലും ജഫ്രിയുടെ പേരാണ് കേട്ടോ പറയുന്നത്. അതായത് അതിനകത്ത് നമ്മുടെ സൗന്ദര്യയാണ് ഇവർ രണ്ടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിനൊരു എക്സ്പ്ലനേഷൻ പോലെ ചെറുതായിട്ടൊന്നും സൗന്ദര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. റാണവ് വന്നിട്ട് സുനിതയുടെ പേരാണ് പറയുന്നത്. പക്ഷേ റാണവ് വന്നിട്ട് ഇപ്പം ഗേൾസ് ടീമിലാണ് ഇരിക്കുന്നത്. അപ്പം ഗേൾസിനെ പറയാൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉള്ളതുകൊണ്ട് പിന്നീട് വന്നിട്ട് മുത്തുകുമാറിൻ്റെ പേര് പറയുന്നുണ്ട്. പവിത്ര വന്നിട്ട് മുത്തുകുമാർ, ആനന്ദി വന്ന് മുത്തുകുമാർ, അരുൺ വന്നിട്ട് അൻഷിത, റിയ, ഇത്രയും പേരുടെ പേര് പറയുന്നുണ്ട്. അപ്പം അത് റിയയ്ക്ക് ഏറ്റു. അപ്പോൾ ആദ്യമേ നമ്മുടെ റിയ ആണ് അരുണിൻ്റെ പേര് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബേസിൽ അരുണും പറഞ്ഞു. അപ്പോൾ ഉടനെ അതിന് മറുപടി കൊടുക്കുന്ന പോലെ റിയ നെറ്റ് വന്നു, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ അരുണ് പറയുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും പറയാനുണ്ട്, അപ്പോൾ എല്ലാവർക്കും അവസരം തരണമെന്ന് പറയുന്നുണ്ട്. അപ്പം ദീപകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ സംസാരിക്കണം, ടാസ്കിലാകുമ്പോൾ നിങ്ങൾക്കൊരു അവസരം തന്നെങ്കിൽ അത് അപ്പം മാത്രമേ സംസാരിക്കുള്ളൂ, അത് കഴിയുമ്പോൾ സംസാരിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല, ഇത് അവസാനമാണ്, ഇപ്പോൾ സംസാരിച്ചോളൂ, ഇനി സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് റിയ സംസാരിക്കുന്നുണ്ട്. ആക്ഷനൊക്കെ ഓക്കെ, പക്ഷേ ഇങ്ങനെ തൊട്ട് തൊഴുന്നത്, അതുപോലെ ക്യാമറയിൽ നിന്നൊക്കെ സംസാരിക്കുന്നത്, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യം, അതിലൊന്നും ആരും ഇടപെടാൻ സമ്മതിക്കത്തില്ല, ആരും ഇടപെടത്തും ഇല്ല എന്നൊക്കെ ഒരു ഭീഷണി പോലെ പറഞ്ഞിട്ട് റിയ പോകുന്നുണ്ട് കേട്ടോ. അടുത്തത് വന്നിട്ട് ഒരു ടാസ്ക്കാണ്, അത് ഗേൾസ് വന്നിട്ട് ബോയ്സിനെ ഒരുക്കുക എന്നൊരു ടാസ്ക്. അവർക്ക് ഇഷ്ടമുള്ള ഒരു തീം കൊടുത്തിട്ടുണ്ട്, ആ തീമിൻ്റെ ബേസിൽ ഒരുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മഞ്ചരി വന്നിട്ട് ജഫ്രി ആയിരുന്നു കേട്ടോ ഒരുക്കിയിട്ടുണ്ടായത്, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. തർഷിക വന്നിട്ട് വിശാലിനെ ഒരു ബീച്ച് മൂഡ് അവർ ക്രിയേറ്റ് ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ സൗന്ദര്യം വന്നിട്ട് ശിവകുമാർ, നമ്മുടെ പടയപ്പ, ആ രീതിയിലാണ് ഒരുക്കിയിരുന്നത്, നല്ല രസം ഉണ്ടായിരുന്നു. റയാൻ വന്നിട്ട് സുനിതയാണ് കേട്ടോ ഒരുക്കിയിരുന്നത്, നണ്ടുമുണ്ട് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ, തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മുത്തുകുമാറിന് ആനന്ദിയാണ് ഒരുക്കുന്നത്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഒരു വെറൈറ്റി ലുക്ക് മുത്തുകുമാറിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ട് ബെസ്റ്റ് പെർഫോമറിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. കുറേ നേരത്തെ ചർച്ചകൾക്ക് ശേഷവും തിരഞ്ഞെടുപ്പിന് ശേഷവും അരുണും സൗന്ദര്യമാണ് കേട്ടോ ബെസ്റ്റ് പെർഫോമർ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വേസ്റ്റ് പെർഫോമറാണ്, അതിൽ ബോയ്സിൽ മുത്തുകുമാറിനെയും ദീപകിനെയാണ് തിരഞ്ഞെടുത്തത്. പിന്നീട് അവരൊരു ചർച്ച ചെയ്ത് ഒരു ഭൂരിപക്ഷത്തിൻ്റെ ബേസിൽ മുത്തുകുമാർ ആയിട്ടുണ്ട്, ഗേൾസിൽ വർഷിനിയാണ് കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള അരുണിനെ സൗന്ദര്യയും നമ്മുടെ വർഷിനിയും മുത്തുകുമാറും കണ്ടുപിടിക്കണം. ഇനി തൊട്ട് ഒരു അറിയിപ്പ് വരുന്നത് വരെ അവരുടെ കൂട്ടത്തിൽ തന്നെ നടക്കണം, അവരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുത്തുകുമാറും അരുണും ഒന്നിച്ച് നടക്കുന്നു, നമ്മുടെ സൗന്ദര്യയും വർഷിനിയും ഒന്നിച്ച് നടക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗോ ഐ ബോയുടെ പാസ്പോർട്ടിൻ്റെ അത് വരുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡിനെല്ലാം പാസ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ക്യാപ്റ്റൻസിയിലേക്ക്, അതായത് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള അരുണിൻ്റെയും സൗന്ദര്യയുടെയും പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട് സത്യ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക്കാണ്, അതായത് ഒരു കുച്ചിക്കാല്, അങ്ങനെയാണ് ടാസ്കിൻ്റെ പേര്. 5 പേര് പങ്കെടുക്കണം, അവരവരുടെ ഗ്രൂപ്പിൽ നിന്നും. ബോയ്സിൽ 5 പേര്, ഗേൾസ് 5 പേര്, അങ്ങനെ ഉണ്ടാവണം. അവിടെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഒരു കാലെ ഹോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഞൊണ്ടി പോകത്തില്ലേ, അപ്പോൾ അതേപോലെ പോകണം. അപ്പോൾ ഒരറ്റത്ത് നമ്മുടെ ക്യാപ്റ്റൻസി പങ്കെടുക്കുന്നവർ, അടുത്ത അറ്റത്ത് വന്നിട്ട് അവരുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടും ഉണ്ട് എൻഡിങ്ങും ഉണ്ട്. എൻഡിങ് വരെ ഇങ്ങനെ ചാടി പോകണം. പോയിട്ട് നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ആളെ അവിടെ കൊണ്ടുവിടണം. അങ്ങനെ 5 പേരെയും ഈ ക്യാപ്റ്റൻസിയിൽ പങ്കെടുക്കുന്നവർ കൊണ്ടുവിട്ടാൽ അവർ ജയിക്കുമെന്നായിരുന്നു. അങ്ങനെ അരുണാണ് കേട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരുൺ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അടുത്ത ആഴ്ചയിൽ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ടാസ്കിൻ്റെ ചർച്ചയും കാര്യങ്ങളുമാണ് കാണിച്ചിരുന്നത് കേട്ടോ.